എന്നിട്ട് സംഘപ്രവർത്തനത്തിൻ്റെ ഒരു വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളവയാണ് ഗണഗീതങ്ങൾ. അത് കുട്ടിക്കാലത്ത് തന്നെ എല്ലാവരും ഈ ഗണഗീതങ്ങളിൽ ആകൃഷ്ടരായിട്ട് ശാഖകളിൽ പോവുകയും അത് പാടി നടക്കുകയും ചെയ്യുന്ന, പലപ്പോഴും ഞാൻ നേരത്തെ ഉള്ളൊരു പരിപാടിയിൽ പറഞ്ഞ ഈ ബ്രവീണിയുടെ ഒരു പരിപാടി പറഞ്ഞതുപോലെ RSSൻ്റെ ഗണഗീതങ്ങൾ സമൂഹം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്, ദേശഭക്തി ഗാനങ്ങളായതുകൊണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? സംഘഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹിത്യ ശാഖ തന്നെ ഉണ്ട് എന്ന വസ്തുത ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ സാഹിത്യ മേഖലയിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത കാര്യമാണ്. അത് ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു സാക്ഷ്യപത്രങ്ങൾ കൂടിയാണ്. അങ്ങനെ കൂടി അത് വിലയിരുത്തപ്പെടുന്നു. സംഘചരിത്രം മാത്രമല്ല, ഭാരതത്തിൻ്റെ ചരിത്രം കൂടി. സംഘത്തിലെ ഗീതങ്ങൾ അതാത് കാലഘട്ടത്തിലെ നാടിൻ്റെ അവസ്ഥയോടുള്ള പ്രതികരണങ്ങൾ കൂടിയുണ്ട്. ആ പ്രതികരണങ്ങൾ പലപ്പോഴും പ്രശ്നങ്ങളുടെ പരിഹാരം എങ്ങനെയാവണം എന്നുള്ള തികച്ചും സർഗാത്മകമായ ഭാവാത്മകമായ ഉത്തരങ്ങൾ കൂടി അടങ്ങുന്നതാണ് സംഘഗീതങ്ങളുടെ ഒരു സവിശേഷത. അപ്പോൾ ഒരു സാഹിത്യ ശാഖ എന്ന നിലയിൽ സംഘഗീതങ്ങൾ അത്രയ്ക്ക് സമ്പന്നമാണ്. സംഘത്തിൻ്റെ ഗീതങ്ങളുടെ ചരിത്രം. ഇപ്പോൾ തുടക്ക സമയത്തെ സംഘഗീതങ്ങൾ നോക്കിയാൽ സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കുന്നതിന് മുമ്പുള്ള ഗീതങ്ങളിൽ പലപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം, സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളെ ദ്യോതിപ്പിക്കുന്ന ഗീതങ്ങൾ ആ സമയത്ത് ഹിന്ദിയിലായാലും അന്യഭാഷകളിലായാലും എല്ലാ ഭാഷകളിലും. സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം വന്ന ഗീതങ്ങളിൽ കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഗീതങ്ങൾ കാണാം. സ്വാതന്ത്ര്യത്തിൻ സഫലത നേടാൻ സ്വാർത്ഥചിന്ത പോരാ എന്ന് പറഞ്ഞു. ഞാനൊരു പാട്ടുകാരനല്ലാത്തതുകൊണ്ട് പാടാൻ മുതിരുന്നില്ല. സംഘത്തിൻ്റെ ഒരു അധികാരി ഒരിക്കൽ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത്ര അത്യാവശ്യമാണെങ്കിൽ എഴുതിക്കോളൂ, പാടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാടാൻ പുറപ്പെടുന്നില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ സഫലത നേടാൻ സ്വാർത്ഥചിന്തതൻ വ്യഗ്രത പോരാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് കരുതിയിട്ട് തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൻ്റെ സഫലതയ്ക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യണം ഓരോരുത്തരും എന്ന് പറയുന്ന ഗീതങ്ങൾ കാണാം. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരുന്ന സമയത്ത് സംഘത്തിൻ്റെ ഗീതങ്ങളിൽ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന പല ഗീതങ്ങളും. അപ്പോൾ ഉദാഹരണത്തിന് ആ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ചില പ്രത്യയശാസ്ത്രക്കാർ വിദേശത്തേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മോസ്കോയിൽ എന്ത് നടക്കുന്നു, വിദേശങ്ങളിലെ മുന്നേറ്റത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും ആ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് കരുതുന്ന ആളുകൾക്ക് വളരെ സ്വാധീനം ഉണ്ടായിരുന്ന ആ ഘട്ടത്തിലാണ് ഒരു സുന്ദരമായ ഗീതം സംഘശാഖയിൽ വന്ന് ചിത്രകാരാ നിൻ തൂലികയെന്തേ സ്വപ്നനാടുകൾ തേടിയിടുന്നു, രക്തസാക്ഷിതൻ ചോരയിൽ മുക്കി ബലിദാനങ്ങൾ വരയ്ക്കൂ നീ. അപ്പോൾ ഇവരെയൊക്കെ ഒരു ചിത്രകാരാന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ വരയ്ക്കുന്ന ഈ ചിത്രകാരന്മാർ എന്തിനാണ് ഈ സ്വാർത്ഥതയുടെ ചിത്രങ്ങൾ അതിൽ വരയ്ക്കുന്നത്? സ്വപ്നനാടുകൾ എന്തിനാണ് തേടുന്നത്? നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ത്യാഗം സഹിച്ച രക്തസാക്ഷികളുടെ ചോരയിൽ മുക്കിയിട്ട് എഴുതുക പുതിയ ചരിത്രം. അപ്പോൾ ആ കാലഘട്ടത്തിന് ഏറ്റവും പറ്റിയ പ്രത്യയശാസ്ത്രപരമായ വലിയൊരു കടന്നാക്രമണം നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ സഫലമാക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നേറ്റത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദേശഭക്തി വളർത്തലാണ്.